ഇതാണ് നമ്മുടെ ഫാമിലെ ബ്രീഡിംഗ് സെറ്റപ്പ്. കഴിഞ്ഞ ദിവസം ഒരു 15 പെയർ ബ്രീഡിംഗ് ഇട്ടായിരുന്നു. നമ്മൾ ഏതൊക്കെ ബ്രീഡായെന്ന് നോക്കാം. നല്ല ചൂടാണ്. എല്ലാവരും പറയും ചൂടത്ത് ബ്രീഡ് ചെയ്യിച്ചാൽ ബ്രീഡ് ആവത്തില്ലെന്ന്. ഇത് റെഡ് ഡ്രാഗണാണ്. കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഇത് അയൺമാൻ ഇമ്പോർട്ടഡ് ആണ്. അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. ഇത് യെല്ലോ കോയ് ഒരു 3 പെയർ ഞാൻ എടുത്തായിരുന്നു. പക്ഷേ 3ഉം ബ്രീഡായില്ല. ഒന്നും കൂടെ കണ്ടീഷൻ ചെയ്ത് ബ്രീഡ് ചെയ്യിക്കാൻ ഇടണം. നല്ല സൈസാണ് ഫിഷിന്. രണ്ടാമത്തെ പെയർ ഇത്. 2ഉം ബ്രീഡായില്ല. ഇത് എഗ്ഗ് ചെയ്തായിരുന്നു. എഗ്ഗെല്ലാം അത് കഴിച്ചു. ഇത് നമ്മുടെ അവതാർ OHM ആണ്, സ്റ്റാർ ഡസ്റ്റ്. നല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇത് റെഡ് സമുറായി. അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. റെഡ് സമുറായി. ഇത് ബ്രീഡായില്ല, ഗോൾഡൻ ടെമ്പോ. ഇത് മെയിലിനെ പിടിച്ച് മാറ്റിയിട്ട് ഫീമെയിൽ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ബ്രീഡായില്ല. ഇത് യെല്ലോ ഡ്രാഗൺ. ബ്രീഡായി, അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. ഫിഷ് എൻ്റെ അടിയിൽ കിടക്കുക, ഇറങ്ങിയത്. യെല്ലോ ഡ്രാഗൺ. ഇത് റെഡ് കോപ്പർ ഗോൾഡ്. അയൺമാൻ അല്ല, വേറെ ഒരു വെറൈറ്റിയാണ് റെഡ് കോപ്പർ ഗോൾഡ്. ബ്രീഡായി, അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. അതെ, കുഞ്ഞുങ്ങളിവിടെ കിടപ്പുണ്ട്. കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള ഫിഷാണ്. ഇത് റെഡ് കോപ്പർ ഗോൾഡ്. 2 പെയർ ബ്രീഡിങ് ഇട്ടായിരുന്നു. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫിഷാണ്. ഇതെല്ലാം നമ്മുടെ ഫാമിൽ വിരിഞ്ഞ പെയേഴ്സാണ്. ഫാമിൽ വളർന്ന പെയേഴ്സാണ്. ഇതെല്ലാം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. റെഡ് കോപ്പർ ഗോൾഡ്. ഇത് മാർബിൾ ഡോട്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇതും മാർബിൾ ഡോട്ട്. അതും മാർബിൾ ഡോട്ട്. അതിലും ഉണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ. ഇത് കോപ്പർ റിമ്മ്. കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ. കോപ്പർ റിമ്മ് 2 പെയറിട്ട് 1 പെയറേ ബ്രീഡായുള്ളൂ. ഇത് അവതാർ OHM 1 പെയറും കൂടി ഇട്ടായിരുന്നു. ബ്രീഡായി, അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. മറ്റേ പെയറിലാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ. ഇത് കുറച്ചേ ഉള്ളൂ. ഒരു പെയറും കൂടെ ഉണ്ട്. അത് വൈൽഡാണ്. റെഡ് സ്പ്ലെൻഡൻ. അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ ഒരു മാസം മുന്നേ ബ്രീഡിങ്ങിന് ഇട്ടതാണ്. അത് എഗ്ഗ് ചെയ്ത് ബ്രീഡായില്ല. ഇത് സ്ട്രെസ്സായിട്ടാണെന്നറിയില്ല. പക്ഷേ ഇത്തവണ ബ്രീഡായി. ഞാൻ കെയർ ചെയ്ത് മാറ്റി ഞാൻ അടച്ചൊക്കെ വെച്ചാണ് പിന്നെ ബ്രീഡ് ചെയ്യിച്ചത്. ഓക്കെ.